ഹലോ, അപ്പോൾ ഞങ്ങൾ ഇതാ ഒരു വീക്കെൻഡല്ല വീക്ക് ഡേയ്സാണ് പുറത്തേക്ക് പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ പുറത്തേക്ക് ഇറങ്ങിയതാണ്. അപ്പോൾ അങ്ങനെ ഇതേ മെട്രോ സ്റ്റേഷനിലാണ് ഉള്ളത്. അപ്പോൾ മെട്രോ സ്റ്റേഷൻ വരെ ചേട്ടൻ്റെ വണ്ടിയിൽ വന്നിട്ട് പിന്നെ അവിടെ നിന്ന് ഞങ്ങൾ മെട്രോയിലാണ് കബൺ പാർക്കിലാണ് പോണത്. കബൺ പാർക്ക്. അപ്പോൾ അങ്ങനെ മെട്രോ ഞങ്ങളുടെ ട്രെയിൻ വരാറായി. അപ്പുറത്തെ സൈഡ് ട്രെയിൻ വന്ന് ഇപ്പുറത്തും ഞങ്ങളുടെ മെട്രോ വന്നു. അങ്ങനെ ഞങ്ങൾ മെട്രോയിൽ കയറി ഞങ്ങൾ കബൺ പാർക്കിലെത്തി. ട്രെയിനിൽ കയറി കഴിഞ്ഞിട്ട് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ അങ്ങനെ മെട്രോ സ്റ്റേഷൻ കബൺ പാർക്കിലെ മെട്രോ സ്റ്റേഷനിലെത്തി. ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി. തൊട്ടടുത്ത് തന്നെയാണ് കബൺ പാർക്ക്. മെട്രോ സ്റ്റേഷൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് ഈ കബൺ പാർക്ക് ഉള്ളത്. ജസ്റ്റ് നടന്നു പോകാനുള്ള ദൂരമുള്ളൂ. അപ്പോൾ അങ്ങനെ കബൺ പാർക്കിൻ്റെ ഉള്ളിൽ ഞങ്ങൾ കയറി. അപ്പോൾ ഇത് 2 സെക്ഷനായിട്ടാണ് ഈ കബൺ പാർക്ക് ഉള്ളത്. വലിയൊരു ഏരിയ ആണ് ഈ കബൺ പാർക്ക് അവർ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഒരു സൈഡിൽ നിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് റിലാക്സ് ചെയ്തിരിക്കാനുള്ള കുറേ മരങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് പാറയും കാര്യങ്ങളൊക്കെ ഉണ്ട്. പാറപ്പുറത്തൊക്കെ ഇരിക്കാം നമുക്ക്. അപ്പോൾ അങ്ങനത്തെ ഒരു സെക്ഷനാണ് ഒരു സ്ഥലത്ത്. പിന്നെ മറ്റേ സെക്ഷൻ എന്ന് പറയുന്നത് റോഡിൻ്റെ അപ്പുറമാണ്. റോഡിൻ്റെ അപ്പുറം നമുക്ക് ഇതേപോലെ കുട്ടികളുടെ പാർക്കും ട്രെയിനും ബോട്ടിങ്ങും സംഭവങ്ങളൊക്കെ ഉണ്ട്. ഒരു അമ്യൂസ്മെൻറ്റ് പാർക്ക് പോലെ തന്നെയാണ്. അപ്പോൾ അങ്ങനെ ടിക്കറ്റും കാര്യങ്ങളൊക്കെ എടുക്കാണ്. ടിക്കറ്റിനൊക്കെ നല്ല വില കുറവാണ്. അഡൽസിന് 30 രൂപയോ 40 രൂപ അങ്ങനെ എന്തോ ആണ്. കുട്ടികൾക്ക് 10 രൂപയ്ക്കുള്ളൂ. അപ്പോൾ അങ്ങനെ എൻട്രൻസിൽ നിന്ന് വരുമ്പോൾ തന്നെ ട്രെയിനാണുള്ളത് ആദ്യം. അപ്പോൾ ഞങ്ങൾ ആദ്യം തന്നെ അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യാമെന്ന് വെച്ചിട്ട് ട്രെയിനിൽ കയറി ശരിക്കും നമ്മൾ ഊട്ടിയിലൊക്കെ പോണ പോലത്തെ ട്രെയിൻ ആ ഒരു എഫക്റ്റ് തന്നെ ഉണ്ട്. ശരിക്കും ആ ട്രെയിനിൻ്റെ സൗണ്ടും കാര്യങ്ങളും ആ ഒരു ആട്ടവും അതൊക്കെ ശരിക്കും ഈ ട്രെയിനിൽ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഈ ട്രെയിൻ എന്നിട്ട് പിന്നെ ആൾക്കാരൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ സെറ്റ് ചെയ്ത് ഒക്കെ റെഡിയായിട്ട് ട്രെയിൻ പോവാണ്. ഈ ട്രെയിൻ ശരിക്കും വലിയൊരു ആ ഏരിയ ഫുള്ളും കവർ ചെയ്യുന്നുണ്ട്. നമുക്ക് ട്രെയിനിൽ ഇരുന്നിട്ട് തന്നെ അവിടെ എന്തൊക്കെയുണ്ട് എന്തൊക്കെ കാര്യങ്ങളുണ്ട് എന്നുള്ളത് ഫുള്ളായിട്ട് നമുക്ക് ട്രെയിനിൽ ഇരുന്നിട്ട് തന്നെ നമുക്കറിയാം. കാരണം ഫുൾ അവർ കവർ ചെയ്യുന്നുണ്ട്. ഫുൾ വൈഡ് ഏരിയ അവർ ഫുള്ളും ട്രെയിനിൽ നമുക്ക് കയറിയിരുന്ന് കാണാം. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഓരോന്ന് നോക്കിയപ്പോൾ അപ്പുറത്ത് അമ്യൂസ്മെൻറ്റ് പാർക്ക് പോലെ മറ്റേ ഡ്രാഗൺ ഊഞ്ഞാലും മറ്റേ കപ്പ് പോലത്തെ ഷേപ്പിലിരുന്നിട്ട് ഊഞ്ഞാലൊക്കെ ഇല്ലേ, അതൊക്കെ ഉണ്ട്. ഇതൊക്കെ ഞാൻ കണ്ടിരിക്കുന്നത് നമ്മുടെ തൃശ്ശൂർ പൂരത്തിനൊക്കെ പോകുമ്പോഴാണ്. അപ്പോൾ അങ്ങനെ അതിരിക്കുട്ടി പാട്ടൊക്കെ പാടി കൂകു തീവണ്ടി പാട്ടൊക്കെ പാടി പോകുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഇപ്പുറത്തെ സൈഡ് ബോട്ടിംഗ് ഉണ്ട്. അപ്പോൾ ഞങ്ങൾ പിന്നെ വിചാരിച്ചു അടുത്തത് തന്നെ ബോട്ടിങ്ങിന് വരാമെന്ന് വിചാരിച്ചിട്ട് അപ്പോൾ ഞങ്ങൾ ട്രെയിനൊക്കെ ഇറങ്ങി കഴിഞ്ഞിട്ട് ഞങ്ങൾ പിന്നെ വന്നത് ബോട്ടിങ്ങിനാണ്. ബോട്ടിംഗ് ആയാലും ചെറിയ ലേക്കൊന്നും അല്ല, ഒരുവിധം നല്ല ഒരു വൈഡ് ഏരിയ തന്നെ ഉണ്ട്. ലേക്കിനായാലും ബോട്ടിങ് ചെയ്യാനാണെങ്കിലും അങ്ങനെ ഫൗണ്ടൻസും കാര്യങ്ങളും എല്ലാതും ഉണ്ട്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ട്രെയിൻ ഇറങ്ങി കഴിഞ്ഞിട്ട് ഞങ്ങൾ പിന്നെ ബോട്ടിങ്ങിൻ്റെ സെക്ഷനിലേക്കാണ് വന്നത്. ബോട്ടിങ്ങിൻ്റെ സെക്ഷൻ ഞങ്ങൾ വന്ന ദിവസം എന്ന് പറയുന്നത് വീക്ക് ഡേയ്സ് ആയതുകൊണ്ട് വലിയ തിരക്കോ കാര്യങ്ങളോ ഒന്നുമില്ല. പക്ഷേ ഈ സമയത്ത് നമ്മളൊരു വീക്കെൻഡ് ആണെങ്കിൽ നമുക്ക് കാല് കുത്താൻ സ്ഥലം ഉണ്ടാവില്ല. അതേപോലത്തെ ജനക്കൂട്ടമായിരിക്കും അന്ന് വീക്കെൻഡിൽ. സാറ്റർഡേ സൺഡേസ് നോക്കേ വേണ്ട. എന്തെങ്കിലും മുടക്കുണ്ടെങ്കിലും മുടക്കുള്ള ദിവസവും നോക്കണ്ട. ഇതിപ്പോൾ ഞങ്ങളൊരു ബുധനാഴ്ചയോ വ്യാഴാഴ്ച ആയിട്ടാണ് വന്നത്. അതുകൊണ്ട് ആരും ഉണ്ടായിരുന്നില്ല ഈ ബോട്ടിങ്ങിനൊക്കെ ആയാലും, അല്ലെങ്കിൽ ക്യൂ ആണ്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം നിന്ന്, കാരണം അവർ ആൾക്കാർ വരാണ്ട് കയറ്റില്ല എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്യേണ്ടി വന്നു. അങ്ങനെ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഞങ്ങളിതേ കയറി. അതിരിക്കുട്ടി ഫോട്ടോയ്ക്കും കാര്യങ്ങളൊക്കെ പോസ് ചെയ്യുന്നുണ്ട്. കണ്ണടയും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. എവിടെ പോയാലും ഞങ്ങൾക്ക് കൂളിംഗ് ഗ്ലാസ് മസ്റ്റാണ്. അപ്പോൾ അങ്ങനെ ഞങ്ങളിത് കയറി ബോട്ട് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. ഞങ്ങളുടെ കൂടെ വേറെ കുറച്ച് കുട്ടികളും ഉണ്ടായിരുന്നു. കുറച്ച് ഫാമിലീസും കുട്ടികളൊക്കെ ഉണ്ടായി. അങ്ങനെ ബോട്ടിങ്ങൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പിന്നെ ഇറങ്ങിയിട്ട് പിന്നെ അതിരിക്കുട്ടി ഒട്ടും സമ്മതിക്കുന്നില്ല വേറെ സ്ഥലത്തേക്ക് പോകാനായിട്ട്. അവൾക്ക് പാർക്കിൽ കയറണം. അങ്ങനെ കുട്ടികളല്ലേ പിന്നെ ആയിക്കോട്ടെ എന്ന് വെച്ചിട്ട് അച്ഛനും അതിരിക്കുട്ടിയും അതിൽ കൂടെ ഒക്കെ നടന്ന് പോകുന്നുണ്ട്. ഇതൊന്നും ഈ സ്ഥലമൊന്നും ഇങ്ങനെയല്ല. ശരിക്കും സാറ്റർഡേയ്സ് സൺഡേയ്സ് വന്നു കഴിഞ്ഞാൽ ഫുള്ള് കവറെന്ന് വെച്ചാൽ ഫുള്ള് കവറായിരിക്കും ആൾക്കാരുണ്ട്. പിന്നെ ഇതിപ്പോൾ ഞങ്ങൾ പുറത്തേക്ക് എക്സിറ്റ് വഴി ആണ് ഞങ്ങളങ്ങോട്ട് കിടക്കണം. അപ്പോൾ എക്സിറ്റ് വഴി പോയപ്പോൾ ഒരു റൗണ്ട് ട്രെയിൻ പോകുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഫുള്ളായിട്ടാണ് അവർ കവർ ചെയ്തത്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ എക്സിറ്റ് വഴി ഇറങ്ങാണ്. അപ്പോൾ എല്ലാവർക്കും ഞങ്ങളുടെ വീഡിയോസും കാര്യങ്ങളൊക്കെ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണം, കമൻറ്റ് ചെയ്യുക. ഇത് ഇവിടെ കഴിഞ്ഞിട്ടില്ല, ഞങ്ങൾ വേറൊരു ദിവസം കൂടി വരുന്നുണ്ട്. അപ്പോൾ കാണാം, ബൈ.